Welcome to Isha's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. റാവുത്തർ സ്റ്റൈൽ ബിരിയാണിയാണ്. അത് റാവുത്തർ സ്റ്റൈൽ കോയമ്പത്തൂർ ബിരിയാണി എന്നും പറയും, അതുപോലെ തന്നെ പാലക്കാട് ബിരിയാണി എന്നും പറയും. ഇത് കോയമ്പത്തൂരിലെ ആ ഏരിയയിലെ മുസ്ലിംസിൻ്റെ ഇടയിൽ സാധാരണയായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. RKG ആണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ ഇവിടെ RKG ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് മിൽമൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഒരു 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഈ സവാള വഴറ്റുന്നതാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബിരിയാണിൻ്റെ കൂടെ അവർ സൈഡായിട്ട് സെർവ് ചെയ്യുന്നത് ഒരു കറി ഉണ്ട്, കായ്ച്ചാർ എന്ന് പറയുന്ന പോലെ കായ്ക്കറി എന്നൊക്കെ. അത് നോൺ വെജ് സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ കോമ്പിനേഷന്. വെജിറ്റബിളും പരിപ്പും പിന്നെ കുറച്ച് മട്ടൻ്റെ എല്ലും കുറച്ച് ഇറച്ചിയും കൂടിയിട്ട് ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സവാളൊക്കെ മുരിഞ്ഞ് നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിനേക്കാളും കുറച്ചധികം വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. അതാണ് കൂടുതൽ ഈ ബിരിയാണിക്ക് ടേസ്റ്റ്. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇവിടെ 12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ മുളകിൻ്റെ എരിവും അതുപോലെ നമ്മളുടെ ആ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ 3 എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തക്കാളി അരച്ചത് മസാലയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയിലത്തെ വെള്ളമൊക്കെ വറ്റി മസാല നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാല പൗഡറാണ്. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ പുതിനയില 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടിൽ നിന്നും കുറച്ച് ഞാൻ ചോറിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3/4 കിലോ ചിക്കൻ വലിയ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിനി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കനൊക്കെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു 3/4 ഭാഗം വേവിച്ചാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ റൈസിൻ്റെ ഒപ്പം ദമ്മാക്കുമ്പോൾ പിന്നെ വെന്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ പൊടിഞ്ഞു പോവുള്ളൂ. ഇപ്പം മസാലയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പശുനെയ്യും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ മൊരിയിച്ചിട്ടുള്ള ഈ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സവോള ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റി ഒരു പകുതി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. സവോളൊക്കെ പകുതി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നാവുമ്പോൾ മുന്തിരി കൂടി ചേർത്തതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അരിയൊക്കെ കഴുകി റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോലം റൈസാണ്. നിങ്ങൾക്ക് ജീരകശാലയാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം. ഞാൻ ഇവിടെ 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്, അതായത് 3/4 കിലോനുണ്ട്. ചിക്കനൊക്കെ ഇവിടെ ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കതിനി മസാലയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മസാലയിൽ നിന്ന് ചിക്കൻ പീസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവി എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി വെള്ളമാണ് നമ്മൾ റൈസ് വേവിക്കാനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയതുകൊണ്ട് 1.5 ഗ്ലാസ് ഉണ്ട്, പക്ഷേ 1 ഗ്ലാസ് കണക്കാക്കിയാൽ മതി. ബാക്കി ഈ മസാലയൊക്കെ വരുന്നതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ 1.25 അതുപോലെ 2 എടുക്കും റൈസിൻ്റെ വേവ് അനുസരിച്ച്. അപ്പോൾ ഈ ചോറിന് നമുക്ക് വേവ് കുറച്ച് കുറവാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക്. 4.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പ്ലസ് 1 ഗ്ലാസ് നമ്മുടെ മസാലയും. ഞാൻ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിയിലും പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3/4 ഭാഗം വേവുന്നവരൊന്ന് വേവിച്ചെടുക്കാം.
നമ്മൾ സവോള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള ആ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ചോറിൻ്റെ വേവൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പശുനെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചിട്ട് കൊടുക്കാം. ഇനി ആവി പുറത്തു പോകാതിരിക്കാൻ നമുക്കൊരു പീസ് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം മൂടി വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ ബിരിയാണി നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.